ഇനി 2-3 ദിവസം കഴിഞ്ഞ ഒരു ബിദഅത്ത് വരാനുണ്ട്. റജബ് 27 ഇസ്രാഇന്റെ മിഅ്റാജ് നോമ്പും മിഅ്റാജ് രാവും എന്ന് പറഞ്ഞിട്ടൊരു ബിദഅത്ത്. നമ്മൾ മനസ്സിലാക്കുക, ഷിയാക്കൾക്ക് ഭരണം കിട്ടിയപ്പം അവർ തുടങ്ങി വെച്ച ജാറം ഉണ്ടാക്കുക, റസൂലുള്ളാഹിന്റെ മൗലിദ് ആഘോഷിക്കുക, ഫാത്തിമ ബീവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഹസൻ ഹുസൈൻ എന്നിവരുടെ മൗലിദ് ആഘോഷിക്കുക, ഇതിന്റെ കൂടെ ഓരോ തുടങ്ങിയതാണ് ഈ മിഅ്റാജ് ആഘോഷം. അതിന്റെ മുമ്പ് മുസ്ലിങ്ങൾക്ക് പരിചയമില്ല, ആർക്കും പരിചയമില്ല. റസൂലുള്ളാഹി ഏതാനും ചെയ്തിട്ടില്ല, സഹാബത്തും ചെയ്തിട്ടില്ല. പിന്നെ അത് ആരെ തുടങ്ങിയെന്നുണ്ടാവുമല്ലോ, നല്ല പണ്ഡിതൻ, അങ്ങനെയില്ല. ഇത് ഷിയാക്കൾ തുടങ്ങിയതാണ്. റജബ് 27 മിഅ്റാജ് രാവ് എന്ന് പറയുന്നതും അത് ബന്ധപ്പെട്ട ആചാരങ്ങളും നോമ്പും അത് ഷിയാക്കൾ തുടങ്ങി വെച്ചതാണ്. അതിന് മുസ്ലിങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അത് കണ്ണും ചിമ്മി പറയാം, അത് ബിദ്അത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, മിഅ്റാജ് ഉണ്ട്, റസൂൽ ആകാശത്ത് പോയി വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കണം. റസൂൽ ആകാശത്ത് പോയി അള്ളാഹിന്റെ അടുത്ത് നിസ്കാരം എന്ന സമ്മാനം വാങ്ങി വന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അവിടെ റസൂലുള്ളാഹി ബൈത്തുൽ മഖ്ദിസിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, ആകാശത്ത് പോയി തിരിച്ചു വന്നിട്ടുണ്ട്. മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിൽ ഫലസ്തീനിൽ പോയിനാണ് ഇസ്രാ എന്ന് പറയും. അവിടെ നിന്ന് ബൈത്തുൽ മഖ്ദിസ് ആകാശത്ത് 7 ആകാശങ്ങൾക്ക് അപ്പുറത്ത് പോയി തിരിച്ചു വന്നു, അതിനാണ് മിഅ്റാജ് എന്ന് പറയാം. ഇത് റസൂലിന്റെ മുഅ്ജിസത്താണ്, നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ അത് മിഅ്റാജ് റബീഉൽ അവ്വലിലാണ് എന്നതാണ് കൂടുതൽ പണ്ഡിതന്മാരുടെ അഭിപ്രായം. റജബിലാണെന്ന് ഒരു അഭിപ്രായം മാത്രമാണ്. അത് ഷിയാക്കളാണ് റജബാക്കി, ഒരു അതന്നെയാണ് ഫിക്സ് ചെയ്തു, അതാണ് പിന്നെ ഷിയാക്കൾ തുടങ്ങിച്ചു. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇബാദത്ത് ചെയ്യണമെന്ന് പൂതിയുള്ള സൂഫിയാക്ക് എന്ത് കണ്ടാലും ഇബാദത്താണ്. അപ്പോൾ ഒരു ഇത് കണ്ടിട്ട് ഓരോ അത് ഏറ്റെടുത്തു, അങ്ങനെ അത് മുസ്ലിങ്ങളുടെ ഇടയിൽ വ്യാപിച്ചതാണ്. എന്ന് വെച്ചാൽ അതിനൊരു അഡ്രസ്സും ഇല്ല.